ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് എനിക്കൊരു 3 കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒന്ന് ഇളനീരിൻ്റെ 1/2 കിലോ ഇളനീരിൻ്റെ കേക്കായിരുന്നു. പിന്നെ മറ്റത് സാധാ വാനില കേക്കായിരുന്നു കേട്ടോ. ഒന്ന് ബട്ടർഫ്ലൈൻ്റെ മോഡലിൽ ചെയ്യാനുള്ള കേക്കാണ് കേട്ടോ. ഞാനിത് ബട്ടർഫ്ലൈൻ്റെ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ മോഡൽ ചെയ്ത് നോക്കട്ടെ, ഞാൻ ഫസ്റ്റ് തന്നെ ആദ്യമായിട്ടാണ് അങ്ങനത്തെ കേക്ക് ചെയ്യുന്നത്. അപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഈ പഠിച്ചാൽ അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെ സമ്മതിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കേക്ക് അങ്ങനത്തെ മോഡലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് ഫസ്റ്റ് കോട്ട് 1 കിലോൻ്റെ കേക്ക് അങ്ങനെ ഫസ്റ്റ് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫസ്റ്റ് കോട്ട് ചെയ്തിട്ട് ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കേക്ക് ഇഷ്ടപ്പെട്ടോ, ഇത് കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ബട്ടർഫ്ലൈ കേക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് കേക്കൊക്കെ രാത്രി തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 3 കേക്ക് രാത്രി തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് വേവിച്ചൊരു ഓവനിൽ വെച്ചപ്പോൾ കറണ്ട് പോയി. പിന്നെ ഗ്യാസുമ്മൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വീണ്ടും കറണ്ട് വന്ന് അങ്ങനെ ആകെ ഒരു പണി കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ ഒന്ന് ഈ കേക്ക് ചെയ്തപ്പോൾ. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കറണ്ടൊക്കെ വന്നപ്പോൾ പിന്നെ ഒക്കെ ഓവനൊക്കെ എടുത്ത് വെച്ച് അത് സെറ്റാക്കി വേവിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാനില കേക്കിന് ഫില്ലിങ്ങിൽ ഞാൻ ക്രീമും പിന്നെ ബൂസ്റ്റും മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ കേക്ക് നനക്കാൻ വേണ്ടി ഞാൻ പാലും പഞ്ചസാരയും വെള്ളം കൂടിയാണ് എടുത്തിട്ടുള്ളത്. വെറും വെള്ളം മാത്രം നനച്ചെടുക്കുമ്പോൾ കേക്കിന് ടേസ്റ്റ് ഇല്ലാത്ത പോലെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പാലും കൂടി കുറച്ച് ചേർക്കുകയാണെങ്കിൽ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം കേക്കൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ. ബട്ടർഫ്ലൈ കേക്കിന് സാധാ സ്ക്വയർ കേക്കിൽ റൗണ്ട് കേക്കിൽ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കട്ട് ചെയ്തിട്ടുണ്ടാക്കിയേക്കാണ് ഞാൻ ബട്ടർഫ്ലൈ തീമിലെ കേക്ക്. അങ്ങനെ ഒരു കേക്ക് ചെയ്ത് നോക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പം എല്ലാ കസ്റ്റമർക്കും അപ്പം അങ്ങനെ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറായിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യട്ടെ എന്ന് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ചെയ്ത് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത കേക്കാണ് കേട്ടത്. കുറച്ച് പാടാണ് നമ്മൾ സാധാ കേക്ക് ചെയ്യുന്നവരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ. പിന്നെ കൂടുതൽ നോസിൽ വർക്ക് ചെയ്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പറ്റിയിട്ടോ. പിന്നെ മുകളിലൊക്കെ നോസിൽ വർക്കാണ് ചെയ്തിട്ടുള്ളത്.
പിന്നെ മറ്റേ കേക്കൊക്കെ ഒന്ന് ഫസ്റ്റ് കോട്ട് ചെയ്ത് വെച്ച കേക്ക് എടുത്താണ് ഫൈനൽ കോട്ട് ചെയ്താൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടത്. ഇതൊരു പിങ്ക് കളറിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഫൈനൽ ചെയ്തിട്ടത് അങ്ങനെയാണ് കേട്ടോ. പിങ്ക് കളറിലാണ് കേക്ക് മുഴുവനാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. സിമ്പിൾ വർക്കാണ്. മുകളിലൊന്നും നോസിൽ വർക്കൊന്നും ഇല്ലാതെ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടാണ് ഈ കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. 1/2 കിലോൻ്റെ കേക്ക് ആണ് കേട്ടോ ഞാൻ ഇളനീർ കേക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ഹാർട്ട് ഷേപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, ഫോട്ടോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിങ്ക് കളർ ചെയ്തിട്ടുള്ള കേക്ക് ഇതാണ് കേട്ടോ. ബട്ടർഫ്ലൈ കേക്ക് ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ട് ഇതുപോലെ നോസിൽ വർക്കൊന്ന് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. മുഴുവനും പിങ്ക് കളറും റെഡ് കളറിലും വൈറ്റ് കളറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ബട്ടർഫ്ലൈ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഏത് കേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കേക്കൊക്കെ കളറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ചുകൊണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പേരെഴുതാൻ എടുത്തിട്ടുണ്ടായിരുന്നാൽ പേരെഴുതൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് തുടക്കത്തിലൊക്കെ എഴുതിലാരൊക്കെ വൃത്തിയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആദ്യം ഞാൻ എഴുതുമ്പോൾ അത്രയൊന്നും വൃത്തിയാവലുണ്ടായിരുന്നില്ല. അപ്പോൾ എക്സ്പീരിയൻസിൽ ഇങ്ങനെ ഒക്കെ വൃത്തിയായിട്ട് അങ്ങനെ വരും കേട്ടോ അത് എഴുത്തൊക്കെ. കേക്കിൻ്റെ 3 കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ, വീഡിയോയിൽ കൊടുക്കാൻ. ഹാർട്ട് ഷേപ്പിൻ്റെ കേക്കിൻ്റെ ഇതൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ബട്ടർഫ്ലൈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അതിൻ്റെ പേര് ഞാൻ ബോർഡിലാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ 3 കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പറഞ്ഞ പോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.